ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കറിവേപ്പില പൊടിയാണ്. കറിവേപ്പില നമുക്ക് ഒത്തിരി ശരീരത്തിന് നല്ലതാണ്. ഒത്തിരി വൈറ്റമിൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, ബി, സി, അതുപോലെ B12, അയൺ, ഫോളിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ് അങ്ങനെ വൈറ്റമിൻസിൻ്റെ കലവറയാണ് കറിവേപ്പിലപ്പൊടി. ഈ കറിവേപ്പിലപ്പൊടി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണമുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, നമ്മളുടെ കറിവേപ്പിൽ നിന്ന് അതിനകത്തുനിന്ന് കുറച്ചൊക്കെ ഒടിച്ചെടുത്ത് നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒടിച്ച് എടുത്തതാണ്. ആ കറിവേപ്പില കഴുകി വൃത്തിയാക്കി ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് എണ്ണ ചൂടായി വരുമ്പോഴേ ഈ കറിവേപ്പില അതിനകത്തേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി. അതിനകത്തിട്ട് നമ്മളുടെ ആ കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ കുറയാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ കറിവേപ്പില പച്ചയ്ക്ക് നമ്മളുടെ ഉള്ളിൽ ചെന്നാൽ അത് ദഹിക്കത്തില്ല. കാരണം എന്താണ്? കാരണം അതിനകത്ത് തിക്കായിട്ടുള്ള സെല്ലുലോസാണ് ആ പച്ച നിറം നൽകുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ദഹിക്കത്തില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്തോ നെയ്ക്കകത്തോ ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മളത് പൊടിച്ച് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മളുടെ ശരീരത്തിന് കിട്ടും. ഇത് നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് കണ്ടോ, ഇപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. കൈകൊണ്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോഴേ അത് പൊടിഞ്ഞ് വരണം. ആ ഒരു പരുവാകണം നമ്മൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾക്ക് ലോ ഫ്ലെയിമിലിട്ട് കരിയാതെ ഇങ്ങനെ ഇളക്കി നമുക്ക് അതൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോഴും ഇതുപോലെ പൊടിഞ്ഞ് വരണം. ആ ഒരു പരുവത്തിലാകണം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ. ആ ഒരു സമയം വരെ നമുക്ക് അതൊന്ന് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തിട്ടാണ് ഞാൻ നമ്മളുടെ കറിവേപ്പില ഈ ഒരു രീതിയിൽ ഒന്ന് മൊരിച്ചെടുത്തത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതൊന്ന് തണുത്ത് വരട്ടെ. ആ നേരം കൊണ്ട് ആ നോൺ സ്റ്റിക്ക് പാൻ തന്നെ വീണ്ടും അടുപ്പയിലേക്ക് വെച്ചിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പിട്ടു. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ടു. ഇനി അതും കൂടി നമുക്കൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. തീ കുറച്ച് വെച്ച് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ആ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കണം. ഇപ്പം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അത്രയും മതി. ഇനി അതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള വാളംപുളിയാണ് ഇട്ട് കൊടുത്തത്. അതും ആ എണ്ണയ്ക്കകത്തൊന്ന് കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിനുശേഷം ഒരു 6 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തു. വറ്റൽമുളകിൻ്റെ എരിവാണ് നമുക്ക് വേണ്ടത്. അത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് പതുക്കെ ഒന്ന് മൂത്തൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മളത് പൊടിച്ചെടുക്കുമ്പോൾ അതും അതിനകത്തേക്കിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി വറ്റൽമുളക് ഇല്ല എങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നാലും വറ്റൽമുളകാണ് കൂടുതൽ നല്ലത്. ഒരു തരിതരിയായിട്ട് കിടക്കുമ്പോൾ അതാണ് നല്ലത്. ഇപ്പം ഏകദേശം അത് നമ്മളുടെ ഉഴുന്നുപരിപ്പും അതുപോലെ കടലപ്പരിപ്പും അതുപോലെ ആ പുളിയും അതുപോലെ മുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകമാണ് ഇട്ട് കൊടുത്തത്, ചെറിയ ജീരകം. അതും കൂടി നമ്മൾക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതും കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതെല്ലാം കൂടി കിടന്ന് നമ്മൾ ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കണില്ല. എണ്ണ ഒത്തിരി വേണ്ട, നമുക്ക് ജസ്റ്റ് കുറച്ച് എണ്ണ മതി. നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ, അന്നേരം നമ്മൾ തേങ്ങ ചേർക്കും. പക്ഷേ തേങ്ങ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ആ വേപ്പിലയുടെ ആ ഗുണം
അത്ര നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് അത്ര ഗുണം കിട്ടത്തില്ല. ആ വേപ്പിലയുടെ ഗുണമെല്ലാം നമ്മളുടെ ശരീരത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ അത് ഇതുപോലെ വേപ്പില പൊടിയായിട്ട് തന്നെ കഴിക്കണം. തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ അത് ഒരു ടേസ്റ്റാണ്, പക്ഷേ അത് നമ്മൾക്ക് അതിനെക്കാട്ടി കൂടുതൽ അതിൻ്റെ വൈറ്റമിൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലണമെങ്കിൽ നമ്മളിങ്ങനെ വേപ്പില തന്നെ ഇതുപോലെ പൊടിയായിട്ട് കഴിക്കണം. വീണ്ടും ഞാൻ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഒത്തിരി ഫ്രൈ ആവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി. ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് വേപ്പില നമ്മളുടെ ഉള്ളിൽ ചെല്ലും. നമ്മൾ കറികളിലൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ വേപ്പില അത് നമ്മൾ കഴിക്കത്തില്ല അല്ലേ, വേപ്പില മാറ്റി വയ്ക്കും. കുട്ടികളൊക്കെ ആണെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറിനകത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ആ വേപ്പില എല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലും. ആ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസ് എല്ലാം നമ്മൾക്ക് കിട്ടും, നമ്മളുടെ ശരീരത്തിന് കിട്ടും. അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ല കൊളസ്ട്രോൾ കൂടാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ലതാണ്. സലാഡിലിട്ടൊന്നും ഈ വേപ്പില കഴിക്കരുത്, നമ്മുടെ ഉള്ളിൽ ചെന്നാൽ നമുക്ക് ദഹിക്കത്തില്ല. കാരണം അതിനകത്ത് സെല്ലുലോസ് ധാരാളം തിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ. ഇപ്പം ഞാൻ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തു. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചതെല്ലാം തണുത്തിട്ടുണ്ട്. ഈ വേപ്പില ഫ്രൈ ചെയ്ത് വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു രീതിയിലേ നമ്മൾ വേപ്പില കഴിക്കാവുള്ളൂ. അത് മുഴുവൻ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ പിന്നീട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും പരിപ്പ് അതുപോലെ ഉഴുന്ന് പരിപ്പ് പുളി അതെല്ലാം മുളകും എല്ലാം കൂടി ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉണ്ടാവും അത്രയും എടുത്തിട്ടാണെങ്കിലും ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ ഒത്തിരി പൊടിയുണ്ട്, ഒരു തരിപ്പായിട്ടിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അത് പൊടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അത് സ്കിപ്പ് ചെയ്യരുത്, അതാണ് ഇതിൻ്റെ കൂടുതൽ നല്ല ടേസ്റ്റ് നൽകുന്നത്. അതിനുശേഷം അത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തന്നെ നമ്മൾക്ക് ചോറിൻ്റെ കൂട്ടത്തിലും ദോശയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാം. അല്ല എങ്കിൽ നമ്മൾക്ക് ഇത് ഒരു സ്പൂൺ എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് എണ്ണയിൽ ചാലിച്ചും കഴിക്കാം. നമ്മൾ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്, നിങ്ങൾ കഴിച്ചു നോക്കണം. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ നമ്മൾക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. ഇങ്ങനെ തന്നെ കഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ വേപ്പില പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കണ്ടോ? വളരെ ടേസ്റ്റാണ്. ആ ഉഴുന്ന് പരിപ്പിൻ്റെയും കടലപ്പരിപ്പൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴും അതുപോലെ ആ മുളകും പുളിയും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ വേപ്പിലപ്പൊടി വളരെ ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. കറിവേപ്പില ഇനി ദൂരെ കളയരുത്, ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ ബൈ.